നമ്മുടെ ഭൂമിയിലേക്ക് ബഹിരാകാശത്ത് നിന്ന് ഇനി കണ്ണ് ചിമ്മാതെ നോക്കാൻ ഒരു പുതിയ ഉപഗ്രഹം കൂടി. ഇതൊരു സാധാരണ ഉപഗ്രഹം പോലെ പ്രവർത്തിക്കുന്ന ഒന്നല്ല. ലോകത്തെ തന്നെ ആദ്യത്തെ ഒപ്റ്റോസാർ ഉപഗ്രഹം. അതെ, ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ഗാലക്സ് ഐ എന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ബഹിരാകാശ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കുകയാണ്. ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. വളച്ചു കിട്ടുന്നില്ല, നേരെ കാര്യത്തിലേക്ക് വരാം. 190 കിലോഗ്രാം ഭാരമുള്ള ഈ ഉപഗ്രഹം സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ വിജയകരമായി വിക്ഷേപിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ദൗത്യം പ്രാധാന്യം അർഹിക്കുന്നത്? എങ്ങനെയാണ് ഇത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലും വാണിജ്യ രംഗത്തും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്? സിമ്പിളായി തന്നെ പറഞ്ഞു തരാം. ആദ്യത്തെ ഒപ്റ്റോസാർ സാങ്കേതിക വിദ്യ, ഇലക്ട്രോ ഒപ്റ്റിക്കൽ സെൻസറുകളും സിന്തറ്റിക് അപ്പർച്ചർ റഡാറും ഒന്നിച്ചു ചേർത്താണ് ഈ ഉപഗ്രഹം പ്രവർത്തിക്കുന്നത്. സാധാരണ ക്യാമറകൾക്ക് രാത്രിയിലോ മേഘങ്ങൾക്കിടയിലൂടെയോ വ്യക്തത നൽകാൻ കഴിയില്ല. എന്നാൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പകൽ വെളിച്ചത്തിലും രാത്രിയിലും മേഘങ്ങളോ മൂടൽമഞ്ഞോ ഉള്ളപ്പോൾ പോലും വ്യക്തമായ ചിത്രങ്ങൾ നൽകാൻ സാധിക്കും എന്നത് എടുത്തു തന്നെ പറയണം. IIT മദ്രാസിൽ ഇൻക്യുബേറ്റ് ചെയ്ത ഒരു സ്റ്റാർട്ടപ്പ് നിർമ്മിച്ച ഏറ്റവും വലിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണിത്. സാധാരണ ഉപഗ്രഹങ്ങളെക്കാൾ 3 ഇരട്ടി വ്യക്തതയുള്ള വിവരങ്ങളാണ് ഈ സാങ്കേതിക വിദ്യ ലഭിക്കുന്നത്. കൃഷി, ദുരന്ത നിവാരണം, സമുദ്ര നിരീക്ഷണം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് ഈ വിവരങ്ങൾ വലിയ തോതിൽ സഹായകരമാകുമെന്നതാണ്. രാജ്യത്തിന്റെ സുരക്ഷാ മേഖലകളിലെ നിരീക്ഷണത്തിനും അതിർത്തി പ്രദേശങ്ങളിലെ കൃത്യമായ വിവരശേഖരണത്തിനും ഇത് ഏറെ പ്രയോജനകരമാണ്. അതുപോലെ തന്നെ 2030 10 ഉപഗ്രഹങ്ങളുടെ ഒരു ശൃംഖല കോൺസ്റ്റലേഷൻ നിർമ്മിക്കാൻ കമ്പനിക്ക് പദ്ധതിയുണ്ട്. ഇത് ഇന്ത്യയെ ബഹിരാകാശ ഡേറ്റ ലഭ്യതയിൽ സ്വയം പര്യാപ്തമാക്കുമെന്നതാണ്. ഇതിനോടകം തന്നെ ലോകമെമ്പാടുമുള്ള സർക്കാരുകളും വാണിജ്യ സ്ഥാപനങ്ങളും ഈ ഉപഗ്രഹത്തിന്റെ വിവരങ്ങൾക്കായി താൽപര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ ഈ മുന്നേറ്റത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയൊരു നാഴികക്കല്ലായാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തെ യുവതലമുറയുടെ നൂതന ആശയങ്ങൾക്കുള്ള തെളിവാണ് ഈ നേട്ടമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ISROയുടെ ദേശീയ ദൗത്യങ്ങൾക്ക് പുറമെ സ്വകാര്യ മേഖലയിലെ സംരംഭങ്ങൾ കൂടി ബഹിരാകാശ രംഗത്ത് സജീവമാകുന്നത് ഇന്ത്യക്ക് വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. ഗാലക്സ് ഐയുടെ ഈ മുന്നേറ്റം ഭാവിയിൽ നമ്മെ കൂടുതൽ കരുത്തരാക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും ഇതുപോലുള്ള പുതിയ സ്റ്റാർട്ടപ്പുകൾ കടന്നു വരുന്നതോടുകൂടി നമ്മുടെ രാജ്യത്ത് സാധാരണക്കാർക്കും വലിയേറെ ഗുണമാണുള്ളത്. അതുവഴി ഒട്ടനവധി ജോലി സാധ്യതകൾ അടക്കമുള്ള ഗുണവശങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു കിട്ടും എന്നതും എടുത്തു തന്നെ പറയേണ്ട ഗുണവശമായി അല്ലെങ്കിൽ വലിയ വസ്തുതകളായി നിലനിൽക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക താഴെ കമന്റിലൂടെ. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.